ഒരിക്കൽ കാശ് അങ്ങോട്ട് കൊടുത്ത് ജയിലിൽ പോയ ആളാണ് ബോബി ചെമ്മണ്ണൂർ. ഇന്ന് ഒരു പൈസയും മുടക്കാതെ ജയിലിൽ കിടക്കുന്നു. ജയിൽ ടൂറിസത്തിൻ്റെ ഭാഗമായി കാശ് കൊടുത്ത് തെലങ്കാനയിലെ ജയിലിൽ കഴിഞ്ഞയാളാണ് ബോബി ചെമ്മണ്ണൂർ. 2018 തെലങ്കാനയിലെ സംഗറെഡ്ഡി ഹെറിറ്റേജ് ജയിലിൽ ഫീൽഡ് ജയിൽ ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ 24 മണിക്കൂർ ജയിലിൽ കഴിഞ്ഞത്. അതിനും 15 വർഷം മുമ്പ് തന്നെ ജയിലിലെ ജീവിതം എങ്ങനെയുണ്ടെന്നറിയാൻ ബോച്ചെ കേരള പോലീസിനെ സമീപിച്ചിരുന്നു. അങ്ങനെ വെറുതെ ഒരാളെ ജയിലിൽ അടയ്ക്കാൻ പറ്റില്ലെന്നായിരുന്നു അന്ന് നമ്മുടെ കേരളത്തിലെ പോലീസ് അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആഗ്രഹമായി കൊണ്ടുനടന്ന് 2018 തെലങ്കാനയിലെ ഫീൽഡ് ദി ജയിൽ ടൂറിസം പദ്ധതിയിൽ പൈസ അടച്ച് അങ്ങോട്ട് 500 രൂപ ഫീസ് അടച്ചിട്ടാണ് പുള്ളിക്കാരൻ ജയിൽ പുള്ളികളെ പോലെ വേഷമൊക്കെ ധരിച്ച് അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് തടവുകാർക്ക് ജയിലിൽ അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ള ജോലിയും ചെയ്താണ് അദ്ദേഹം അവിടെ കഴിഞ്ഞത്. ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള തൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തിച്ചതെന്നാണ് ബോബി ചെമ്മണ്ണൂർ അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഒരു പൈസയും മുടക്കാതെ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റത്തെ ഞാൻ ന്യായീകരിക്കാനില്ല. എന്നാൽ ഇതൊരു വലിയ തെറ്റായിട്ടും ഇത്ര ദിവസം ജയിലിൽ കിടക്കാൻ മാത്രമുള്ള തെറ്റായിട്ടും തോന്നുന്നില്ല. പക്ഷേ ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു പാഠമാകട്ടെ. കാരണം സ്ത്രീകളെ ആവശ്യമില്ലാതെ കളിയാക്കുകയും ആരുടെ ഫോട്ടോയോ എന്തെങ്കിലും ഒരു ഫാമിലി ഫോട്ടോയോ കണ്ടാലോ അസൂയ മൂത്ത് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊരു പാഠമാകട്ടെ. കാരണം എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര പണക്കാരനായിട്ടും കാര്യമില്ല. സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും എന്നൊരു താക്കീത് മാത്രമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം ഇത് എത്രയോ കൊലപാതകികളും പീഡിപ്പിച്ചവരും ബലാത്സംഗം ചെയ്തവരും എല്ലാം വെറുതെ നടക്കുന്ന ഒരു നാട്ടിലാണ് ബോബി ചെമ്മണ്ണൂർ ഒരു കമൻറ്റ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത്. പക്ഷേ ഇയാൾ ജയിലിൽ കിടക്കുന്നത് ഇനിയുള്ളവർക്കെങ്കിലും ഒരു പാഠമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരെ കമൻറ്റ് പറയാനും പോകുന്നത്? അവനവൻ്റെ കാര്യം നോക്കുക, അവനവൻ്റെ സന്തോഷം കണ്ടെത്തുക, സന്തോഷമായിട്ട് ജീവിക്കുക.